8 ദിവസം മാത്രം നീണ്ട ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നാസയുടെ സഞ്ചാരികളായ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഇതോടെ 70 ദിവസം അവിടെ പിന്നിട്ട് കഴിഞ്ഞു. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിനുണ്ടായ തകരാർ കാരണമാണ് ഇരുവരുടെയും മടക്കയാത്ര ഇത്ര വൈകുന്നത്. ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ വൈകുന്ന ഇരുവരും എന്താണ് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സഞ്ചാരികളെല്ലാം മാസങ്ങൾ നീണ്ട പ്രത്യേക പരിശീലനവും തയ്യാറെടുപ്പുകളും നടത്താറുണ്ട്. സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഠിന പരിശീലനവും എന്ത് വെല്ലുവിളിയും നേരിടാനുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളും നടത്തിയാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നത്. സ്റ്റാർലൈനറിൻ്റെ സാങ്കേതിക തകരാർ കാരണം അവിടെ തുടരുന്ന ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സജീവ പങ്കാളികളാണ്. നിലവിൽ അമേരിക്കൻ നേവിയുടെ മുൻ ടെസ്റ്റ് പൈലറ്റുമാരാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും. അതിനാൽ തന്നെ ഏറെ സാങ്കേതിക പരിജ്ഞാനം ഇവർക്കുണ്ട്. അതാണ് ഇരുവരെയും സ്റ്റാർലൈനിൻ്റെ ആദ്യ ദൗത്യത്തിന് തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം. മുമ്പ് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള ഇന്ത്യൻ വംശജയായ സുനിതയാവട്ടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറെ സുപരിചിതയാണ്. നിലവിൽ സ്റ്റാർലൈനറിൻ്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ലോഞ്ച് മുമ്പ് തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെയ്യേണ്ടി വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ബുച്ച് വിൽമോറിനെയും സുനിത വില്യംസിനെയും നാസ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ എന്തും നേരിടാൻ പൂർണ്ണ സജ്ജരാണ് ഇവർ എന്നാണ് നാസയുടെ ചീഫ് ആസ്ട്രോണമിസ്റ്റ് ജോ അക്കാബയുടെ വാക്കുകൾ. അതേസമയം ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സഞ്ചാരികളെ തിരഞ്ഞെടുക്കുന്നതിന് മേൽനോട്ടം വഹിച്ചയാളാണ് ജോ. ബുച്ചും സുനിതയും ഗംഭീര ജോലിയാണ് അവിടെ ചെയ്യുന്നത്. തങ്ങൾ മാനസികമായും ശാരീരികമായും ഫിറ്റാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ചുമതലകളിൽ സമ്പൂർണ്ണ പരിശീലനം സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ലഭിച്ചിട്ടുണ്ട്. നിലയത്തിലുള്ള സമയം അവർ അവിടുത്തെ മെയിൻ്റനൻസ് ജോലികളിൽ വളരെ സജീവമാണ്. അതേസമയം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 4 മാസത്തേക്കുള്ള ഭക്ഷണവും ഓക്സിജനും അടിയന്തര സാമഗ്രികളുമുണ്ട് എന്നുമാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം പ്രോഗ്രാം മാനേജർ ഡാന വീഗൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കൂടാതെ ബഹിരാകാശ നിലയത്തിലുള്ള ഇരുവരുടെയും ആരോഗ്യം കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഇതുകൂടാതെ എല്ലുകളും മസിലുകളും ആരോഗ്യം നഷ്ടമാകാതിരിക്കാൻ മതിയായ വ്യായാമവും അവർ ചെയ്തു വരികയാണ്.